കഴിഞ്ഞ പ്രാവശ്യത്തിന് ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 6000 ചില്ലുവാനം വോട്ടായിരുന്നു. ഇപ്രാവശ്യം ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജനങ്ങളെല്ലാം ചങ്ങനാശ്ശേരി വികസനത്തോടൊപ്പമാണ്. 40 വർഷം ഉണങ്ങിക്കിടന്ന ചങ്ങനാശ്ശേരിയെ ഉണർത്തിയെടുക്കാൻ വേണ്ടി പറ്റി. ജനങ്ങളുടെ നല്ല പ്രതീക്ഷ എനിക്കുണ്ട്. ജനങ്ങൾ എന്നെ കൈവിടത്തില്ല. ചങ്ങനാശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. എന്താണ് അവസാന ഘട്ടത്തിലുള്ള പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? വളരെ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 6000 ചില്ലുവാനം വോട്ടായിരുന്നു. ഇപ്രാവശ്യം ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജനങ്ങളെല്ലാം ചങ്ങനാശ്ശേരി വികസനത്തോടൊപ്പമാണ്. ഞാനീ സംസാരിക്കുന്ന സ്ഥലം തന്നെ കുറിച്ചി പഞ്ചായത്തിന് വേണ്ടി 1 കോടി രൂപ മുടക്കി ഞാൻ പണിത് കൊടുത്ത സ്റ്റേഡിയത്തിന് ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതുപോലെ എല്ലാ പഞ്ചായത്തിലും എൻ്റെ മാർക്കിംഗ് കാണാം. MLA എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 4.25 വർഷം കൊണ്ട് ചങ്ങനാശ്ശേരിയെ വികസന കാര്യത്തിൽ ഉണർത്തിയെടുത്തു. 40 വർഷം ഉണങ്ങിക്കിടന്ന ചങ്ങനാശ്ശേരിയെ ഉണർത്തിയെടുക്കാൻ വേണ്ടി പറ്റി. വലിയ ഏത് ജനങ്ങളോട് ചോദിച്ചാലും അവരെല്ലാവരും 2-ലേക്കായിരിക്കും എൻ്റെ വോട്ടെന്നാണ് പറയുന്നത്. നല്ല ഭൂരിപക്ഷം ജയിക്കും. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അത് നല്ല പ്രതീക്ഷയിലാണ്. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിലെ കുറിച്ചി, വാഴപ്പള്ളി, തൃക്കുടുത്താനം, പായിപ്പാട്, മാടപ്പള്ളി ഈ 5 പഞ്ചായത്തിലും വികസനം എത്തിച്ചു. ചങ്ങനാശ്ശേരി ടൗണിലും വികസനം എത്തിച്ചു. ഇവിടെ വികസനമില്ലെന്നുള്ളതായിരുന്നു ആൾക്കാരുടെ മറുപടി. അപ്പോൾ വികസനം എത്തിച്ചപ്പോൾ ആ വികസനത്തിലുള്ള അംഗീകാരമായിട്ടായിരിക്കും ഇപ്രാവശ്യത്തെ വോട്ട്. അപ്പോൾ 2-ലെ ചിഹ്നത്തിലായിരിക്കും വോട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ ഇക്കുറി ജയിക്കാൻ ജയിക്കും. ജനങ്ങളോട് പറയാനുള്ള കാര്യം, വികസനത്തെ നിങ്ങൾ വോട്ടാക്കി മാറ്റണം. അതായത് ഇത് ചങ്ങനാശ്ശേരി നല്ല നേരമാണ്. നല്ല നേരത്ത് 2-ലെ ചിഹ്നത്തിൽ വോട്ട് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തെ വിജയിപ്പിച്ചാൽ അടുത്ത 5 വർഷവും ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം, നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം, അവിടെ നിങ്ങൾ പോയി നോക്കണം, ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ ജംഗ്ഷൻ. ഇന്നിപ്പോൾ അതിൻ്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എതിരാളികൾ പറയുന്നതൊന്നും നടക്കുന്നില്ലെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേഡിയത്തിനെ കൊണ്ട് നിങ്ങളെ കൊണ്ടുവന്നത്. എല്ലാം കുറിച്ച് ഏത് പഞ്ചായത്തെടുത്താലും, തൃക്കുടുത്താനം, പായിപ്പാട്, മാടപ്പള്ളി, വാഴപ്പള്ളി ഏത് പഞ്ചായത്തിലെടുത്താലും MLAയുടെ വികസന പ്രവർത്തനം കാണാൻ പറ്റും. അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വികസനമാണ്. അതുകൊണ്ട് തീർച്ചയായും ആ വികസനമെല്ലാം വോട്ടാക്കി മാറ്റാൻ പറ്റും. 2-ലെ ചിഹ്നത്തിൽ അവരെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. ഒരിക്കൽ കൂടി ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ താങ്കൾക്ക് വീണ്ടും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നത് പറഞ്ഞല്ലോ, സ്വപ്നത്തെക്കാൾ ഉപരിയായി യാഥാർത്ഥ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. ഇനി ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുത്ത് ചങ്ങനാശ്ശേരി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. KSRTC സ്റ്റാൻഡാണെങ്കിലും, ആശുപത്രി കെട്ടിടമാണെങ്കിലും, സ്റ്റേഡിയം ആണെങ്കിലും, അതുപോലെ ഫ്ലൈ ഓവർ ആണെങ്കിലും, കുടിവെള്ള പദ്ധതികളാണെങ്കിലും, എല്ലാ കുടിവെള്ള പദ്ധതിയുടെ എല്ലാം 682 കോടി രൂപയുടെ പദ്ധതിയല്ലേ ചങ്ങനാശ്ശേരി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നടക്കും. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. ഓക്കെ, സന്തോഷം. ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. ജനങ്ങളുടെ നല്ല പ്രതീക്ഷ എനിക്കുണ്ട്. ജനങ്ങൾ എന്നെ കൈവിടത്തില്ല. ഓക്കെ. കഴിഞ്ഞ തവണ ജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പങ്കുവയ്ക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.